36 മരണം എന്ന ഒരു ഔദ്യോഗിക കണക്കാണ് വരുന്നത്. അടിയന്തരമായ സഹായ ധനം കൂടി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതമാണ് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ഇപ്പോൾ ഈ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞുള്ള തീരുമാനമാണ് വരുന്നത്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടന്നത്. ആ ക്യാബിനറ്റിന് ശേഷമുള്ള ഒരു ക്യാബിനറ്റ് ഡിസിഷനായി വരുന്ന ഒരു കാര്യമാണ് 10 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന് നൽകുന്നു. പ്രധാനമന്ത്രി അനുശോചിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി പ്രധാനപ്പെട്ട BJP നേതാക്കളുടെ അനുശോചനമുണ്ടായി. കേന്ദ്രം റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അതിനിടയിൽ സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ DMKയും കോൺഗ്രസും CPMും വിജയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ സർക്കാർ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലായിടത്തും വിജയ്ക്ക് വലിയ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കരൂരിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ വിജയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ മാറിയാൽ വിജയ് ഇതുവരെ ഉന്നയിച്ച കുറേയധികം ആരോപണങ്ങളുണ്ട്. TVKയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെ തടയാൻ DMKയുടെ ഭാഗത്തു നിന്ന് പലവിധ നീക്കങ്ങളുണ്ടായി. അതിന് അനുമതി നിഷേധിക്കുന്നു, വൈദ്യുതി ബന്ധം തകരാറിലാക്കുന്നു, റാലിക്ക് അനുമതി നൽകുന്നില്ല തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് DMKക്കെതിരെ പല വേദികളിൽ വിജയ് ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ വിജയുടെ അറസ്റ്റിലേക്ക് പോയാൽ എങ്ങനെയാകും കാര്യങ്ങൾ നേരിടേണ്ടി വരിക എന്നതുകൂടി ആലോചിച്ചായിരിക്കും DMK ഒരു തീരുമാനമെടുക്കുക. നമ്മളിപ്പോൾ സ്ക്രീനിൻ്റെ ഇടതുവശത്ത് കാണുന്നത് ട്രിച്ചി വിമാനത്താവളത്തിലേക്ക് വിജയ് എത്തിയ കാഴ്ചയാണ്. അവിടെ വിജയ് എത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയിരുന്നു. എന്നാൽ ഒന്നും പറയാതെ വിമാനത്താവളത്തിനുള്ളിലേക്ക് വിജയ് പോകുന്ന ഒരു കാഴ്ചയാണ് ട്രിച്ചിയിലുണ്ടായത്. അവിടെ നിന്ന് ചെന്നൈയിലേക്ക് ഈ കറുത്ത ഒരു വാഹനത്തിൽ മറ്റ് എസ്കോട്ടുകളൊന്നുമില്ലാതെ, മറ്റ് അകമ്പടി വാഹനങ്ങളൊന്നുമില്ലാതെ വിജയ് മാത്രം ഒരു കാറിൽ, വാഹനത്തിലുള്ള ഡ്രൈവറും മറ്റ് ചില അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരും ഒഴികെ മറ്റ് ആരും തന്നെ അനുഗമിച്ചിരുന്നില്ല.